അച്ഛനായിട്ട് എന്നെ ഇപ്പൊ തടയരുത്. നീ എത്രയും നാളും എന്നോടുള്ള വാശിയിലാ ജീവിച്ചത്. ആ വാശിയും വൈരാഗ്യവും ഇല്ലാത്ത സ്ഥിതിക്ക് സ്നേഹത്തോടെ നിന്നെ അടുത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാവാം നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ പെൺകുട്ടി ഇന്ന് അനാഥയാണ്. പക്ഷെ കുറച്ചു കാലം മുമ്പ് ഈ കുട്ടിക്ക് ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു ഏട്ടനുണ്ടായിരുന്നു. സന്തോഷമായിരുന്നു ജീവിതം. പക്ഷെ ഏട്ടൻ മയക്കുമരുന്നിന് അടിമയാണെന്നും ലഹരി തലയ്ക്ക് കയറിക്കഴിഞ്ഞ അമ്മയെന്നോ സഹോദരിയെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നോ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മയും അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ ലഹരി അവനെ കൊണ്ടുചെന്നെത്തിച്ചത് സെൻട്രൽ ജയിലിലാണ്. ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ? ഇത്രയും നാള് കഷ്ടപ്പെട്ട അയാളെ വളർത്തിക്കൊണ്ടുവന്ന അയാളുടെ അമ്മയെ ഒരു കത്തിയെടുത്ത് അയാൾ കുത്തിക്കൊന്നു. ലഹരിക്ക് മുന്നിൽ അമ്മയാര് പെങ്ങളാര്? അടുത്ത ഇര ഈ കുട്ടിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ കിട്ടി. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയെയും അയാൾ കൊന്നേനെ. കരയരുത്. കരഞ്ഞ നീ എന്നേക്കുമായി തോറ്റുപോകും. സ്ട്രൈക്ക് ചെയ്യണം. ജീവിതത്തെ സ്ട്രൈക്ക് ചെയ്ത് തോൽപ്പിക്കണം. ആരുമില്ലാത്തവർക്ക് കരുത്ത് അവനവന്റെ തന്റെ ഇടം തന്നെയാ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോളെ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. ഈ കുട്ടിയെ പോലുള്ള ഒരുപാട് സഹോദരിമാരുടെ കണ്ണീരിൽ നിന്നാണ് മയക്കുമരുന്നിനെതിരെ പ്രതികരിക്കാനുള്ള ശക്തി കിട്ടുന്നത്. ആ അമ്മയുടെ ചോര, അതുപോലുള്ള ഒട്ടനവധി അമ്മമാരുടെ ജീവനെടുത്ത ഒരു മഹാവിപത്ത്, അത് തുടച്ചു മാറ്റുക തന്നെ വേണം. അതിന് ഉറങ്ങിക്കിടക്കുകയല്ല വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ ഈ അനീതിക്കെതിരെ പ്രതികരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞാൽ തീർച്ചയായും അതൊരു പുതിയ വെളിച്ചമാവും, പുതിയ ഉണർവ് നൽകും. ആക്ഷൻ ഫോഴ്സ് 2026 തുടരുക തന്നെ ചെയ്യും. കേരളത്തിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇന്ന് കേരള ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ തുഫാന് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടിനെ രക്ഷിക്കാനാണിത്, യുവതയെ രക്ഷിക്കാനാണിത്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഇന്ന് വൻ വിജയമായി കേരളത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. ജനങ്ങളാണ് ഇന്ന് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. നമ്മുടെ തലമുറകളെ രക്ഷിക്കാനുള്ള ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സ്വാമി, ഇനി ഓഫീസിലെ കാര്യങ്ങളൊക്കെ സ്വാമി വേണം നോക്കി നടത്താൻ. അല്ല സാറേ, ശിവൻകുഞ്ഞ് വന്ന സ്ഥിതിക്ക് അവൻ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ. ആദ്യം അവന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അതുവരെ എല്ലാ കാര്യങ്ങളും സ്വാമിയുടെ നിയന്ത്രണത്തിലായിരിക്കും. മഹേട്ടാ, മഹേട്ടാ, ദേ അവൻ തിരിച്ച വാടക വീട്ടിലേക്ക് പോവാൻ പോവാ. അവനോട് പോകണ്ടെന്നൊന്ന് പറ പ്ലീസ്. മഹേട്ടൻ പറഞ്ഞ അവൻ കേക്കും. പറ മഹേട്ടാ. മോനെ, അച്ഛനെ ഈ അവസ്ഥയിലിട്ടിട്ട് എങ്ങനെയാ നിനക്ക് പോകാൻ പറ്റുന്നേ? അച്ഛാ, പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥയാ. ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. മോനെ, എടാ, ഇത് നിന്റെ വീടല്ലേ, നീ താമസിക്കേണ്ടത് ഇവിടെ അല്ലേ? അമ്മേ, വീടും നാടും ഉപേക്ഷിച്ച ഒരു കുടുംബത്തെ ആ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ മൂലം പരിഹരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് നിന്നുപോയ ആ കാര്യങ്ങൾക്കൊന്നും ഒരു പരിഹാരമാവില്ല. നമ്മളായിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടെന്ന് കൂട്ടിക്കോ.
അച്ഛനായിട്ട് എന്നെ ഇപ്പൊ തടയരുത്. നീ എത്രയും നാളും എന്നോടുള്ള വാശിയിലാ ജീവിച്ചത്. ആ വാശിയും വൈരാഗ്യവും ഇല്ലാത്ത സ്ഥിതിക്ക് സ്നേഹത്തോടെ നിന്നെ അടുത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാവാം നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുഴുവൻ സമയവും ഇവിടെ നിൽക്കണമെന്നല്ല അവള് പറയുന്നത്. ജോലി തിരക്കുകൾക്കിടയിൽ വീടിനെയും വീട്ടുകാരെയും മറന്നു പോകാതിരിക്കുക. ഏട്ടാ, അവിടെ റാണി അവളുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ശാലിനി ചേച്ചിയും കുട്ടികളും ഒറ്റയ്ക്കാവുന്ന പേടിയും വേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാനൊരു എതിരും പറയുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. എല്ലാത്തിനും നമുക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാം. മോനെ, നിനക്ക് നിന്റെ അച്ഛന്റെ അവസ്ഥ അറിയാലോ. നമുക്ക് അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇതാ. ഡാ, നീ ഒന്ന് ആലോചിക്ക്. എന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും തലേന്നെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ബിസിനസ് നോക്കി നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്ക്. അതെ കുഞ്ഞെ, അല്ലെങ്കിൽ മഹേന്ദ്ര സാർ ഉണ്ടാക്കി വെച്ചതെല്ലാം അന്യാധീനപ്പെട്ടു പോവും. പിന്നെ സാറിന്റെ ഈ അവസ്ഥ കണ്ടില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ സ്വാമി. എനിക്കൊരു ചെറിയ ഏനക്കേട് വന്നപ്പോഴേ നീ ഇങ്ങനെ പേടിച്ചാലോ നിർമ്മലേ? അവൻ നിൽക്കും. ഈ കാണുന്നതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവൻ എങ്ങനെയാ മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുന്നേ? ഞാൻ വരും. നമ്മുടെ ഈ വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. അതിനു മുമ്പ് ചില കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവില്ല. പക്ഷേ ആ കടമകൾ തീർക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. അതാര് പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്കതിന്ന് പിന്മാറാനും സാധിക്കില്ല. ഞാൻ വരാം. തടസ്സം പറയരുത്. മോനെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. ശിവ, എടാ, അമ്മ പറയുന്നൊന്ന് കേക്ക്. അവൻ വരും നിർമ്മലേ. അവൻ അങ്ങനെയൊന്നും നമ്മളെ വിട്ടു പോകാനാവില്ല.